2024 ഡിസംബറിൽ GST കൗൺസിലിൻ്റെ 55ാമത് മീറ്റിംഗ് ജയ്സൽമീറിൽ വെച്ച് വിളിച്ചു ചേർത്തു. നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാജി മുന്നിൽ നിന്നും നയിച്ച പ്രോഗ്രാം ആയതുകൊണ്ട് എന്തോ വരാനുണ്ടെന്ന ഒരു തോന്നലുണ്ടായിരുന്നു. നിർമ്മലാജി പതിവ് തെറ്റിച്ചില്ല. ഏതായാലും പ്രോഗ്രാം നടക്കുകയില്ലേ, എന്നാൽ പിന്നെ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാമെന്ന് വിചാരിച്ച് പരിപാടി കേട്ടപ്പോഴാണ് വള്ളി എന്താണെന്ന് മനസ്സിലായത്. എന്നാ പിടിച്ചോ എൻ്റെ വക ക്രിസ്മസ് സമ്മാനം എന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയത് പോപ്കോണിൻ്റെ വിവിധ ടാക്സുകളെ കുറിച്ചായിരുന്നു. പാക്ക് ചെയ്യാത്ത ലേബലില്ലാത്ത പോപ്കോണിന് 5%, പ്രീ പാക്ക് ചെയ്ത ഉപ്പും മസാലയും ചേർത്ത പോപ്കോണിന് 12%, കാരമൽ ആഡ് ചെയ്തതിന് 18% GST ഏർപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന ഉത്തരവുമായിട്ടാണ് നിർമ്മലാജിയുടെ മാസ്റ്റർ സ്ട്രോക്ക് എൻട്രി. ഇതെന്ത്, പോപ്കോണിൻ്റെ വർണ്ണാശ്രമത്തിൽ മുക്കി പൊരിച്ചെടുത്ത് ടാക്സ് വർദ്ധിപ്പിച്ചതാണോ എന്നിവരെ തോന്നിപ്പോയി. ഇടിവെട്ടിയവൻ്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ വരുമാനത്തിൻ്റെ വലിയൊരു പങ്കും ടാക്സായി കൊടുക്കുന്ന മിഡിൽ ക്ലാസ്സിന് ഇതും കൂടി കേൾക്കാനുള്ള മുസ്ലിം പവർ ഉണ്ടായിരുന്നില്ല. കാരണം ഇതൊരു തുടക്കം മാത്രമാണെന്ന് ഓരോ ഭാരതീയനും അറിയാം. പോപ്കോണിൻ്റെ ഷോക്ക് അല്പം മാറി വരുന്നതേ ഉണ്ടായുള്ളൂ. അപ്പോഴേക്കും ഉണ്ണിയപ്പത്തിന് 5% GST പതിച്ചു കിട്ടി. ഇതിനിടയിൽ ആരോ വന്ന് നിർമ്മലാജിയോട് പറഞ്ഞു, മലയാളികൾക്ക് പഴംപൊരിയും ബീഫും ഇഷ്ടപ്പെട്ട നല്ല കോമ്പിനേഷനാണെന്ന്. അതോടെ മലയാളികൾക്ക് മാത്രം പ്രസിദ്ധമായ രതീഷിനും പതിച്ചു കിട്ടി ഒരു 18%. നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന് ടാക്സ് കൊടുക്കുന്നത് നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, കടമയാണ്. നമ്മൾ ചോര നീരാക്കി പണിയെടുക്കുന്നതിൻ്റെ ഒരു വിഹിതം രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനവുമുണ്ട്. എന്നാൽ വലിയൊരു തുക തന്നെ ടാക്സായി കൊടുക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡു വി ഗെറ്റ് ഇൻ റിട്ടേൺ? നമുക്കെന്ത് കിട്ടും എന്ന ചോദ്യം. അതിൻ്റെ ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, മോദി കാ ഗ്യാരണ്ടി. വെൽക്കം ടു UCNJ ടോക്സ്. നമ്മൾ മാർക്കറ്റിൽ നിന്നും ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഉടനെ തന്നെ നോക്കുന്നതാണ് ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ടാഗ്. ഈ ഒരു പ്രൈസ് ടാഗ് കണ്ടിട്ടാണ് എന്ത് വാങ്ങണം എന്ത് വാങ്ങണ്ട എന്ന് പലപ്പോഴും നാം തീരുമാനിക്കുന്നത്. വില കൂടിയത് കാരണം നമുക്ക് ആവശ്യമുള്ള സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ പോലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മൾ പലപ്പോഴും അവഗണിച്ചു വിടുന്നതാണ് ആ പ്രോഡക്റ്റിൻ്റെ മുകളിൽ ഗവൺമെൻറ് എത്രത്തോളം ടാക്സ് ഈടാക്കുന്നു എന്നുള്ളത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നോ ഗവൺമെൻറ് ഈടാക്കുന്ന ടാക്സിനെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സുകൾ എന്നർത്ഥം. അതിലാണ് നമ്മുടെ ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സുകളും പ്രോപ്പർട്ടി ടാക്സും എല്ലാം പെടുന്നത്. ഇൻകം ടാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2023-24 വർഷത്തിനിടയിൽ 1-2% താഴെ ആളുകൾ മാത്രമേ ഇൻകം ടാക്സ് അടയ്ക്കുന്നുള്ളൂ. അതായത് വലിയൊരു ശതമാനം ആളുകളും കിട്ടുന്ന വരുമാനത്തിൽ നിന്നും ടാക്സ് അടയ്ക്കുന്നില്ല എന്നർത്ഥം. എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയിലെ വൻ ഭൂരിപക്ഷം പേരും ടാക്സ് അടക്കാത്തത്? അത് അവരുടെ വരുമാനം കുറഞ്ഞതുകൊണ്ട് മാത്രമാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണവുമുണ്ടോ? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ഇന്ത്യയുടെ പോപ്പുലേഷനെ കുറിച്ച്, ഇവിടുത്തെ ആളുകൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ച് അറിയണം. ഇന്ത്യയിൽ 55% മുകളിൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കാർഷിക മേഖലകളെയാണ്. അവരിൽ വലിയൊരു വിഭാഗം തന്നെ സ്വന്തമായി ഭൂമിയില്ലാത്ത, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പട്ടിണി പാവങ്ങളുമാണ്. എന്നിരുന്നാലും ലക്ഷറി വാഹനങ്ങളായ ഹയാബൂസയും താറും ഹാർലി ഡേവിഡ്സണൊക്കെയുള്ള ഒരുപാട് വൻകിട കർഷകരെയും നമുക്ക് കാണാൻ പറ്റും. പഞ്ചാബിലും ഹരിയാനയിലുമൊക്കെ ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയുള്ള ഒരുപാട് വൻകിട കർഷകരുമുണ്ട്. അവർ അവരുടെ വരുമാനത്തിൽ നിന്നും എത്ര ശതമാനത്തോളം ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 20%, അല്ലെങ്കിൽ 10%, അതുമല്ലെങ്കിൽ 5%? ഇപ്പോഴുള്ള അവസ്ഥ പറയുകയാണെങ്കിൽ ₹1 പോലും കർഷകരിൽ നിന്നും ടാക്സ് ആയിട്ട് പിടിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ഇത്രയും കോടിപതികളായ കർഷകരിൽ നിന്നും ഇൻകം ടാക്സ് ഈടാക്കാൻ നമ്മുടെ ഗവൺമെൻറ് മടിച്ചു നിൽക്കുന്നത്? ഭരണഘടനയിലെ 366 അനുച്ഛേദ പ്രകാരം കാർഷിക ഉൽപ്പന്നങ്ങളെ ടാക്സിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി. എന്നിരുന്നാലും ആർട്ടിക്കിൾ 246 പ്രകാരം സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ടാക്സ് പിടിക്കാനുള്ള അധികാരവുമുണ്ട്. എന്നാൽ ഇതുവരെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും കാർഷിക മേഖലയെ ടാക്സിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് 2% താഴെ ഉള്ള ആളുകൾ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഇൻകം ടാക്സ് കൊടുക്കുന്നു എന്നാണ്. അതായത് രാജ്യത്തിൻ്റെ ചിലവിനും നടത്തിപ്പിനുമുള്ള പ്രധാന ഇൻകം ഗവൺമെൻറ് പിഴിയുന്നത് വെറും 2% ആളുകളിൽ നിന്ന് മാത്രം എന്നുള്ളത് വളരെ ദയനീയ ഒരു അവസ്ഥയാണ്. അമേരിക്കയിൽ 60% ആളുകളും UK-യിലും ജർമ്മനിയിലും 45% മുതൽ 50% ആളുകൾ ഇൻകം ടാക്സിൻ്റെ പരിധിയിൽ പെടുന്നുണ്ട്.
ഇവിടെയാണെങ്കിൽ 98%-ൻ്റെയും ഭാരം വെറും 2% ആളുകൾ മാത്രം ചുമക്കേണ്ടി വരുന്നു എന്നത് നഗ്ന യാഥാർത്ഥ്യമാണ്. പറഞ്ഞു വരുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഭൂമിയില്ലാത്ത കർഷകരെ ടാക്സിൻ്റെ പരിധിയിൽ പെടുത്തണം എന്നല്ല, മറിച്ച് കോടീശ്വരന്മാരായ കർഷകരിൽ നിന്നും എന്തുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ടാക്സ് പിടിക്കുന്നില്ല എന്നതാണ്. ഇവിടെയാണ് രാഷ്ട്രീയക്കാരുടെ ബ്രില്യൻ്റ് കളികൾ മനസ്സിലാവുന്നത്. ടാക്സ് വെട്ടിക്കാൻ കർഷക വേഷം കെട്ടുന്ന പൊളിറ്റീഷ്യൻസ് കുറച്ചൊന്നുമല്ല. NDA സഖ്യകക്ഷികളായ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഉപമുഖ്യമന്ത്രിമാരായ ഏകനാഥ് ഷിൻഡെയും അജിത് പവാറും അവിടുത്തെ തന്നെ കോൺഗ്രസിൻ്റെ MLA ആയ വിജയ് വഡ്ഡേതിവാറുമൊക്കെ ഇലക്ഷൻ സമയത്ത് സ്വത്ത് വെളിപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് പൊളിറ്റീഷ്യൻസ് എന്നായിരുന്നില്ല, മറിച്ച് കർഷകർ എന്ന ലേബലിലായിരുന്നു. മഹാരാഷ്ട്രയിൽ കാർഷിക പ്രശ്നങ്ങൾ നേരിട്ട് ഒരുപാട് കർഷകർ ജീവനൊടുക്കിയ സമയമാണിതെന്ന് ഓർക്കണം. കാർഷിക മേഖലയെ ടാക്സിൻ്റെ പരിധിയിൽ പെടുത്താത്തതുകൊണ്ട് അവരുടെ വരുമാനത്തിൻ്റെ ഭൂരിഭാഗവും കൃഷി ചെയ്തുണ്ടാക്കിയതാണെന്ന് വെളിപ്പെടുത്തി കോടികളുടെ കള്ളപ്പണം അവർ വെളുപ്പിച്ചെടുത്തു. ഇതൊരു സംസ്ഥാനത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. മറ്റു സംസ്ഥാനങ്ങളിലും അവസ്ഥ ഏറെക്കുറെ ഇത് തന്നെയാണ്. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കും മതസംഘടനകൾക്കും ലഭിക്കുന്ന ഡൊണേഷൻസ് ടാക്സിൻ്റെ പരിധിയിൽ പെടുന്നില്ല. അങ്ങനെ ഓരോ പാർട്ടിയും ഉണ്ടാക്കിയെടുക്കുന്നത് 2000 കോടിയും 6000 കോടിയുമൊക്കെയാണ്. എന്നാൽ ഇതിൻ്റെ സോഴ്സ് പുറത്തുവിടാൻ സുപ്രീം കോടതി വാണിംഗ് കൊടുത്തിട്ട് വരെ SBI ആ രേഖ പുറത്തുവിടാൻ മടിച്ചു നിന്നു എന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ്. ഡയറക്റ്റ് ടാക്സ് അല്ലാതെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ടാക്സുകളുമുണ്ട്. അതിൽപ്പെട്ടതാണ് GST, അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സേവനം സ്വീകരിക്കുമ്പോഴോ ഉള്ള ടാക്സാണിത്. ഉദാഹരണത്തിന് നമ്മളൊരു കാർ വാങ്ങുകയാണെങ്കിൽ അതിന് 18% GST കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റിനും അതിൻ്റേതായിട്ടുള്ള ടാക്സുകളുണ്ട്. GSTയുടെ ചരിത്രമൊന്ന് പരിശോധിച്ചാൽ 2000-ൻ്റെ തുടക്കത്തിലായിരുന്നു GSTയെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുണ്ടായിരുന്നത് അന്നത്തെ വെസ്റ്റ് ബംഗാൾ ധനകാര്യ മന്ത്രിയായിരുന്ന അസീംദാസ് ഗുപ്തയായിരുന്നു. ഈ പാനലിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന അസീംദാസ് ഗുപ്ത CPIMൻ്റെ ടിക്കറ്റിലായിരുന്നിട്ട് കൂടി GSTയെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കോൺഗ്രസ് ആയിരുന്നു GSTയെ നഖശികാന്തം എതിർത്തിരുന്നത്. അതോടെ ആ പരിപാടി വട്ടത്തിലും നീളത്തിലും മുഞ്ചി. പിന്നീട് 2004-ൽ ഇന്ത്യ ഭരിച്ചിരുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് ആയിരുന്നു. വിരോധാഭാസം എന്തെന്ന് വെച്ചാൽ വാജ്പേയി കാലത്ത് GSTയെ എതിർത്തിരുന്ന കോൺഗ്രസ് തന്നെയായിരുന്നു പിന്നീട് GST വേണമെന്ന് വാശി പിടിച്ചിരുന്നത്. 2006-ലെ ബജറ്റ് പ്രസംഗത്തിൽ അന്നത്തെ കോൺഗ്രസ് ധനകാര്യമന്ത്രിയായിരുന്ന P. ചിദംബരം 2010 ഏപ്രിൽ 1 മുതൽ GST നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ കുരുപൊട്ടിയിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന BJPക്കാണ്. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി GSTയെ എതിർത്തിരുന്നത് ഗുജറാത്ത് ഒരു മാനുഫാക്ചറിംഗ് സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ഓട്ടോമൊബൈൽ, ജ്വല്ലറി, ടെക്സ്റ്റൈൽസ് എന്നിവയുടെ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപന്തിയിലായിരുന്നു അന്ന് ഗുജറാത്ത്. GST നിലവിൽ വന്നാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഗുജറാത്ത് പോലെയുള്ള മാനുഫാക്ചറിംഗ് സ്റ്റേറ്റുകളെയാണെന്ന് മോദിജി പറഞ്ഞു. വളരെ പെട്ടെന്ന് തീരുമാനമെടുക്കരുതെന്നും ഒരുപാട് ചർച്ചകൾ നടത്തിയതിന് ശേഷം മാത്രമേ GST ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാവൂ എന്ന് പറഞ്ഞ മോദിജി 2014-ൽ ഭരണം കിട്ടി 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും GST രാജ്യത്ത് കൊണ്ടുവന്നു. അതോടെ ഇപ്പോൾ കുരുപൊട്ടിയിരിക്കുന്നത് കോൺഗ്രസിനായിരുന്നു. ഇതെല്ലാം കാണുന്ന ആവറേജ് മലയാളിക്ക് ഓർമ്മ വരുന്നത് മഹേഷിൻ്റെ പ്രതികാരത്തിലെ ഈ ഒരു സീനാണ്. പറഞ്ഞു വരുന്നത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റിൻ്റെ GSTയോടുള്ള നിലപാടിനെക്കുറിച്ച് മാത്രമാണ്. ഇതുപോലെ ഇവിടെ സീപ്ലെയിൻ വന്നപ്പോൾ ആരോ വന്ന് പറഞ്ഞു UDFൻ്റെ സീപ്ലെയിൻ ജനകീയ വിരുദ്ധവും നമ്മുടെ സീപ്ലെയിൻ ജനാധിപത്യ സീപ്ലെയിനുമാണെന്ന്. എന്തോ എന്തിനോ. GST വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ സർവീസ് ടാക്സ്, സെയിൽസ് ടാക്സ്, സെൻട്രൽ സെയിൽസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, VAT എന്നിങ്ങനെ പല വിധത്തിലുള്ള ടാക്സുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റത്തെ നീക്കം ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള ടാക്സ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു GST നിലവിൽ വന്നത്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ NDA ഗവൺമെൻറ് വളരെ പ്രശംസ അർഹിക്കുന്നതുമാണ്. എന്നിരുന്നാലും പെട്രോളും ഡീസലും GSTയിൽ നിന്നും ഒഴിവാക്കിയത് ഒരുമാതിരി മറ്റടുത്ത പരിപാടിയായിപ്പോയി. 2013 വരെ NDA ഭരണത്തിൽ വന്നാൽ പെട്രോൾ ലിറ്ററിന് 50 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് വാഗ്ദാനം തന്നിരുന്നത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദിയായിരുന്നു. പക്ഷേ വാഗ്ദാനവും ഗ്യാരണ്ടിയും മാത്രം തരാൻ അറിയുന്ന അദ്ദേഹം 2022 ആയപ്പോഴേക്കും പെട്രോളിനെ 120ൻ്റെ റെക്കോർഡ് വിലയിലെത്തിച്ചു. കോൺഗ്രസ് കാലത്ത് പെട്രോൾ റോക്കറ്റ് പോലെ കുതിക്കുന്നു എന്ന് പറഞ്ഞ BJP ഘടകം കേരളമാകെ ബൈക്ക് ഉരുട്ടുന്നു, കാളവണ്ടി ഹെൽമറ്റ് വെച്ച് ഓടിക്കുന്നു, അതിൻ്റെ മേളിൽ 2 ആൾ എന്തോ കാട്ടി നിൽക്കുന്നു. ഏതായാലും അന്ന് കാളവണ്ടി ഹെൽമറ്റ് വെച്ച് ഓടിച്ചവനും അതിൻ്റെ പുറത്തു നിന്ന് എന്തിനോ വേണ്ടി നിന്നവനും
ഇനി മുതൽ കാറും ബൈക്കും ഉപേക്ഷിച്ച് സൈക്കിളിൽ മാത്രമേ യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞവരുമൊക്കെ പെട്രോൾ വില കേൾക്കുമ്പോൾ ഇന്ന് എങ്ങോട്ടോ ഓടിയൊളിക്കുന്നു. ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള രാജ്യങ്ങളിലെ പെട്രോൾ വില അറിയുമ്പോഴാണ് നമ്മുടെ ഗവൺമെൻറ് എത്രത്തോളം സാധാരണക്കാരെ പിഴിയുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന ബംഗ്ലാദേശിൽ 88 രൂപക്കാണ് 1 ലിറ്റർ പെട്രോളിന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാനിലും മാലിദ്വീപ്സിലുമൊക്കെ 77 രൂപക്കാണ് ജനങ്ങൾക്ക് പെട്രോൾ കിട്ടുന്നത്. ഏറെ വിരോധാഭാസം എന്നെന്ന് പറയട്ടെ, ഇന്ത്യ കൊടുക്കുന്ന പെട്രോൾ ഭൂട്ടാൻ ജനതയ്ക്ക് അവരുടെ ടാക്സിന് ശേഷം 66 രൂപക്കാണ് കിട്ടുന്നത്. മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഉയർന്ന നിരക്കിലാണ് ഇന്ധനം ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നത്. എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇവിടെയുള്ള ജനങ്ങൾ പ്രതികരിക്കാത്തത്? ഉത്തരം വളരെ സിമ്പിളാണ്: ഡൈവേർഷൻ പൊളിറ്റിക്സ്. നമ്മൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നമായ പവേർട്ടി, വിദ്യാഭ്യാസം, ആരോഗ്യം ഇവയെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ മതം ഒരു ടൂളാക്കിയാൽ ആനുകാലിക പ്രശ്നങ്ങൾ നല്ല പോലെ ഡൈവേർട്ട് ആകുമെന്ന് നമ്മളെ പൊളിറ്റീഷ്യൻസിന് അറിയാം. കമ്മ്യൂണൽ ഹേറ്ററിനെ കുറിച്ച് സമീപ ഭാവിയിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിൽ പൊളിറ്റിക്കൽ ഡൈവേർഷനെ കുറിച്ച് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നതാണ്. ഇനി എന്തുകൊണ്ട് ഗവൺമെൻറ് GSTയുടെ പരിധിയിൽ പെട്രോളും ഡീസലും വരുത്തുന്നില്ല എന്ന് ചോദിച്ചാൽ, പെട്രോളും ഡീസലും GSTയുടെ പരിധിയിൽപ്പെടുത്തിയാൽ ലക്ഷറി സാധനങ്ങൾക്ക് വരെ മാക്സിമം 28% വരെ ടാക്സ് പിടിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 70 രൂപക്കുള്ളിലായി പെട്രോളും ഡീസലും സാധാരണക്കാർക്ക് കിട്ടും. ഇത് കാരണം സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവർക്ക് കിട്ടുന്ന വരുമാനം നല്ല രൂപത്തിൽ കുറയും എന്ന ഭീതിയിലാണ് രണ്ട് ഗവൺമെൻറ്റും ഉള്ളത്. ഇങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവസാന 10 വർഷം ക്രൂഡ് ഓയിലിൻ്റെ വില 24% ഇടിഞ്ഞു. എന്നിട്ടും 30% വില വർധനവുണ്ടായി എന്നുള്ളത് ഏറെ വിരോധാഭാസമാണ്. 4 വർഷം മുമ്പ് പെട്രോളിൻ്റെ വില എന്തുകൊണ്ട് ഉയരുന്നു എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞ ഉത്തരം എൻ്റായ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം എടുക്കാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. അന്താരാഷ്ട്ര വിപണിയിൽ കുറയുമ്പോൾ ആ അന്താരാഷ്ട്ര വിപണിയിലെ കുറവിന്റെ ഒരംശമാണ് കൂട്ടുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ അത്രയും തന്നെ കൂട്ടുന്നില്ല. ഈ പറഞ്ഞത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലായവർക്ക് കമൻറ്റ് ബോക്സ് മലക്കെ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. ഇന്ധനം GSTയുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ പെട്രോളിൻ്റെ വില 70 രൂപയിൽ കൂടിയില്ല. അത് കാരണം നമ്മൾ ഇന്ന് ഏറെ കഷ്ടപ്പെടുന്ന ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പത്തിൽ നിന്നും ചെറിയൊരു മുക്തിയെങ്കിലും കിട്ടും. പെട്രോൾ വില കൂടിയത് കാരണം ആവശ്യ സാധനങ്ങളുടെ വില പോലും ഇന്ന് ഉയർന്ന നിലയിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നിത്യാവശ്യ സാധനങ്ങളായ പച്ചക്കറിയുടെ വില പോലും ഇന്ന് ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ചിക്കനും ബീഫും വില കൂടിയത് കാരണം പച്ചക്കറികളാണ് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ വിലക്കയറ്റം കാരണം പച്ചക്കറികൾ പോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഉള്ളിയും തക്കാളിയുമൊക്കെ 200ൻ്റെ റെക്കോർഡ് വിലയിലാണ് വിറ്റ് തീർത്തത്. ഉള്ളി വിലയിൽ ആശങ്ക ഉയർത്തിയ പാർലമെന്റേറിയന്റെ മുഖത്ത് നോക്കി ഞാനും എൻ്റെ കുടുംബവും ഉള്ളി വാങ്ങാറും കഴിക്കാറുമില്ലെന്ന് വരെ നമ്മുടെ ധനകാര്യമന്ത്രി നിർമ്മലാജി പറഞ്ഞു വെച്ചു. ഇത്രയൊക്കെ തള്ളിവിട്ട പാവം മേഡത്തിനറിയില്ലല്ലോ ഇവിടെ കേരളത്തിൽ ബീഫ് കറി വരെ ഉള്ളിക്കറിയാക്കി മാറ്റിയ മാന്ത്രികൻ്റെ കഥ. നമുക്കൊരു രോഗം വന്നാൽ മിക്കവാറും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനും മരുന്നിനുമൊക്കെ ഭീമമായ തുക തന്നെ ചിലവാക്കേണ്ടി വരും. പോരാത്തതിന് ആക്സിഡൻറ്റോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാരക രോഗങ്ങളോ ഉണ്ടെങ്കിൽ പറയുകയേ വേണ്ട. വീട് വിറ്റാലും തീരാത്ത ഹോസ്പിറ്റൽ ചിലവുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതൊക്കെ കൊണ്ടാണ് കുറച്ചാളുകളെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നാൽ ഇന്നത്തെ അവസ്ഥയിൽ 18% GST ആണ് ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രീമിയത്തിനായി ചിലവഴിക്കേണ്ടി വരുന്നത്. ഇത്രയും ബേസിക് ആയിട്ടുള്ള ഹെൽത്തിനെ പോലും വളരെ സാധാരണക്കാരന് പോലും താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ പലപ്പോഴും മനസ്സിൽ വരുന്നത് നമ്മുടെ ഗവൺമെൻറ് എന്ത് സെക്യൂരിറ്റിയാണ് നമുക്ക് നൽകുന്നതെന്ന്. എന്തുകൊണ്ടായിരിക്കും ജനങ്ങളുടെ ബേസിക് നീഡ്സിനെ കുറിച്ച് നമ്മുടെ പൊളിറ്റീഷ്യൻ സംസാരിക്കാതിരിക്കുന്നത്? കാനഡ, UK, സ്വീഡൻ എന്നിവിടങ്ങളിൽ ഇൻഷുറൻസ് തികച്ചും ഫ്രീ ആണ്. ജനങ്ങൾക്ക് ഒരു രൂപ പോലും കൊടുക്കേണ്ടി വരുന്നില്ല. USA, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ ഒരു എംപ്ലോയറിൻ്റെ ഉത്തരവാദിത്തമാണ് തൻ്റെ കീഴിൽ ജോലിയെടുക്കുന്ന വ്യക്തിയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതായത് ഒരു എംപ്ലോയർ ഹെൽത്ത് ഇൻഷുറൻസ് അവിടെയുള്ള ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കണം എന്നർത്ഥം. ഇന്ത്യയിൽ വളരെ കുറച്ച് കമ്പനികൾ മാത്രമേ എംപ്ലോയേഴ്സിന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കൊടുക്കുന്നുള്ളൂ. ഇനി ഒരു വ്യക്തി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അതിനും വേണം 18% GST. വല്ലാത്തൊരു നാട് തന്നെ. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മറിച്ചൊന്നുമല്ല. സ്കൂളുകളിൽ നടക്കുന്ന സാമ്പത്തിക കൊള്ളയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറ് പോലുമില്ല. സ്കൂൾ അധികൃതരുടെ സാമ്പത്തിക കൊള്ള കാരണം കുട്ടികൾ അനുഭവിക്കുന്ന ശാരീരികവും മാനസികവുമായിട്ടുള്ള ടോർച്ചറുകളെക്കുറിച്ച് നമ്മുടെ സോക്കോൾഡ് മാപ്രകൾക്ക് ചർച്ച ചെയ്യാൻ സമയവുമില്ല. സ്കൂളുകൾക്കാവശ്യമായ പഠനോപകരണങ്ങളിൽ വരെ പാവം കുട്ടികളെ ഊറ്റിപ്പിഞ്ഞെടുക്കുന്നു നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റുകൾ. സ്റ്റേറ്റ് സിലബസിൻ്റെയോ NCERT സിലബസിൻ്റെയോ
ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ വാങ്ങുമ്പോൾ 60 രൂപക്ക് 70 രൂപക്ക് മാത്രമാണ് വരുന്നതെങ്കിൽ സാധാരണ പ്രൈവറ്റ് സ്കൂളുകളിൽ ഒരു പുസ്തകത്തിന് 350ഉം അലൈറ്റ് പ്രൈവറ്റ് സ്കൂളുകളിൽ 450നും മുകളിലുമൊക്കെയാണ് വരുന്നത്. ഇത്രയും ക്വാളിറ്റി കണ്ടന്റുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിട്ടും ചില സ്കൂൾ മാനേജ്മെൻറ്റുകൾ പ്രിഫർ ചെയ്യുന്നത് പ്രൈവറ്റ് പബ്ലിഷേഴ്സിനെയാണ്. അവിടെയൊക്കെ ഒരു കുട്ടിയുടെ പുസ്തകത്തിൻ്റെ വില 3000 മുതൽ 5000 വിലയൊക്കെയാണ് വരുന്നത്. എന്നിട്ടും ആ കുട്ടികൾ ആ പുസ്തകം വാങ്ങാൻ നിർബന്ധിതരാകുന്നു എന്ന വളരെ ദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാവുന്നത്. വിലതുച്ഛവും ക്വാളിറ്റിയുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ചില സ്കൂൾ മാനേജ്മെൻറ്റ് പ്രൈവറ്റ് പബ്ലിഷേഴ്സിൽ നിന്നും ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങിക്കൂട്ടുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്: കമ്മീഷൻ. പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും 25% മുതൽ 30%-ഓളമാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് കമ്മീഷനായി കിട്ടുന്നത്. ചില കേസുകളിൽ 33% വരെ കമ്മീഷൻ അവർക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ വിദ്യാഭ്യാസം കച്ചവടമാക്കാൻ തീരുമാനിച്ച സ്കൂളുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവർ മാക്സിമം കമ്മീഷൻ അടിച്ചെടുക്കാൻ ശ്രമിക്കും. ഇത്രയൊക്കെ ചെയ്താലും ഒരുത്തനും ചോദിക്കാൻ വരില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. 500 കുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളിൽ നിന്നും ടെക്സ്റ്റ് ബുക്കിന് മാത്രമായി കുറഞ്ഞത് 6 ലക്ഷത്തോളം രൂപയാണ് സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മീഷനായി ലഭിക്കുന്നത്. വെറും 500 കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു പ്രൈവറ്റ് സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ 1000നും 2000നും മുകളിലുമൊക്കെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ നിന്നും എന്തുമാത്രം കൊള്ള അവർ നടത്തുന്നുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കോ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്ന രക്ഷാകർത്താക്കളോ അറിയുന്നില്ല. നമ്മൾ വിചാരിക്കും പിഴിയൽ പ്രക്രിയ ഇവിടെ അവസാനിച്ചുവെന്ന്. ടെക്സ്റ്റ് ബുക്ക് കഴിഞ്ഞാൽ പിന്നെ നോട്ട്ബുക്കിൻ്റെയും യൂണിഫോമിൻ്റെയും രൂപത്തിലായിരിക്കും അടുത്ത പിഴിയൽ പ്രക്രിയ. പ്രൈവറ്റ് സ്കൂളുകളിൽ ഒരു നിയമമുണ്ട്. ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നോട്ട് പുസ്തകം പുറത്തുനിന്ന് വാങ്ങാൻ പറ്റില്ല എന്ന്. ഇത് കാരണം നോട്ട് പുസ്തകങ്ങൾ സ്കൂൾ സ്റ്റേഷനറികളിൽ നിന്നും അമിത വിലക്ക് വാങ്ങാൻ കുട്ടികൾ നിർബന്ധിതരാകുന്നു. 30 രൂപയുടെയും 40 രൂപയുടെയും നോട്ട് പുസ്തകത്തിന് 70ഉം 80ഉം രൂപയൊക്കെയാണ് പ്രൈവറ്റ് സ്കൂളുകൾ ഈടാക്കുന്നത്. ഇത്രയും വില കൂടിയ പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള മിനിമം ക്വാളിറ്റി പോലും സ്കൂൾ മാനേജ്മെൻറ്റ് അഷ്വർ ചെയ്യുന്നില്ല എന്നത് ഏറെ പരിതാപകരമാണ്. നമ്മുടെ കുട്ടികൾ ഇത്രയൊക്കെ പ്രശ്നം അനുഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് നാം ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല? ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഗവൺമെൻറ് മൗനം പാലിക്കുന്നു? ഇന്ത്യയിലെ പ്രൈവറ്റ് സ്കൂളുകളിലെ അധികം നടത്തിപ്പുകാരും രാഷ്ട്രീയക്കാരോ മത നേതാക്കളോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ ആണ്. കുട്ടികൾ അനുഭവിക്കുന്ന ഇത്തരം സാമ്പത്തിക ചൂഷണങ്ങൾ പുറത്തു വന്നാൽ ഇവരുടെയൊക്കെ അടപ്പൂരുകയും ചെയ്യും. ഇനി നമ്മുടെ കുട്ടികൾ നോട്ട് പുസ്തകം കടകളിൽ നിന്ന് വാങ്ങുകയാണെന്ന് വിചാരിക്കുക. അപ്പോഴും ഗവൺമെൻറ് ചോദിക്കുന്നത് 12% GST ആണ്. ടെക്സ്റ്റ് ബുക്ക് GSTയിൽ നിന്നും ഒഴിവാക്കിയ ഗവൺമെൻറ് എന്തുകൊണ്ട് നോട്ട് ബുക്ക് ഈ പറഞ്ഞ GSTയിൽ നിന്നും ഒഴിവാക്കുന്നില്ല? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ മതി, എഴുതി പഠിക്കേണ്ട എന്നതാണോ ഗവൺമെൻറ്റിൻ്റെ തെറ്റൂരം? അല്ലെങ്കിൽ കുട്ടികൾ എഴുതി പഠിച്ചാൽ ഭാവിയിൽ പണി കിട്ടുമോ എന്ന ഭീതിയിലാണോ? അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലെങ്കിലും GSTയിൽ ഒരു ഇളവ് നൽകിക്കൂടെ? ഒരുവിധം രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസം മുതൽ പഠനോപകരണങ്ങൾ വരെ ഗവൺമെൻറ് ടാക്സ് ഈടാക്കുന്നില്ല. കാനഡ, ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ സൗജന്യമായിട്ടാണ് കുട്ടികൾക്ക് സെക്കൻഡറി ലെവൽ വരെ നല്ല ക്വാളിറ്റി വിദ്യാഭ്യാസം നൽകുന്നത്. ജർമ്മനി, നോർവേ പോലുള്ള രാജ്യങ്ങളിൽ നഴ്സറി തലം മുതൽ യൂണിവേഴ്സിറ്റി തലം വരെ വിദ്യാഭ്യാസം ആ രാജ്യക്കാർക്കും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനും സൗജന്യമായിട്ടാണ് ആ രാജ്യം ഓഫർ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലെ സ്കൂളുകളിൽ ഗവൺമെൻറ് ഫ്രീ വിദ്യാഭ്യാസം നൽകുന്നുണ്ടെങ്കിലും അധികവും മതിയായ ക്ലാസുകളോ അധ്യാപകരോ ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ്. ഈ കാരണം കൊണ്ടാണ് ഇന്ത്യയിൽ 10ാം തരം എത്തുന്നതിന് മുമ്പ് കൂടുതൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത്. കുട്ടികൾ വിചാരിക്കുന്നത് പഠിച്ചിട്ട് എന്ത് കാര്യമുണ്ടെന്നാണ്. ഇവിടെ ക്വാളിഫൈഡ് ആയവർക്ക് പോലും നല്ല ജോലി ലഭിക്കുന്നില്ല. ഈ ഒരു അവസരത്തിൽ 10ഉം +2ഉം കംപ്ലീറ്റ് ചെയ്തിട്ട് എന്ത് കാര്യമെന്നവർ ചിന്തിക്കുന്നു. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ടാക്സിനനുസരിച്ച് ബേസിക് ഫെസിലിറ്റി പോലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തുന്നില്ല എന്നത് ഏറെ വിഷമകരമാണ്. ഈ ഒരു ദുരവസ്ഥയിൽ നമ്മുടെ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹ്യൂമൻ ക്യാപിറ്റൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള വൊക്കേഷണൽ കോഴ്സുകൾ നൽകേണ്ടതുണ്ട്. കാരണം ഈ കോഴ്സുകൾ കുട്ടികൾക്ക് നല്ല ജോലി ലഭിക്കാൻ സഹായിക്കും. അത് കാരണം അവരുടെ ഇൻകം വർദ്ധിക്കുകയും ഇവഞ്ച്വലി നമുക്ക് അവരെയും ടാക്സിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇപ്പോഴുള്ള പോലെ ടാക്സ് കൊടുക്കുന്ന 2% മാത്രം ബാക്കിയുള്ളവരുടെ ഭാരം ചുമക്കേണ്ടതില്ല. നമ്മുടെ ഇലക്ഷൻ പ്രചാരണങ്ങളിൽ പ്രധാന അജണ്ടകൾ മതാടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ഈ ഒരവസ്ഥയിൽ നിന്നും മാറി വിദ്യാഭ്യാസം, ഹെൽത്ത് കെയർ, ഇൻഫ്ലേഷൻ, GDP, അൺഎംപ്ലോയ്മെൻറ്റ് പോലുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് പ്രധാനമായും ഇതുപോലുള്ള കാര്യങ്ങളാണ്, മറിച്ച് മതമല്ല.
നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് റിസർച്ച് ചെയ്തിട്ടാണ് ഓരോ വീഡിയോയും ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.